എല്ലാ ഗവേഷണവും ന്യൂട്രൽ ആണോ? അല്ലേ അല്ല. ചില ഗവേഷണ ഫലങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഗവേഷകർ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളുടെ ഗവേഷണങ്ങളും അതിന്റെ നിഗമനങ്ങളും നിങ്ങളുടേത് മാത്രമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിഗമനങ്ങളും ഒരേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കാണാം. എന്തിന്? ഗവേഷകർക്ക് പോലും വിശ്വാസികളോ ആത്മീയവാദികളോ നിരീശ്വരവാദികളോ ഒക്കെ ആകാം. എന്നാൽ മറ്റു ചില യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ നിങ്ങൾ ഒരു എംപ്ലോയി ആകുമ്പോൾ തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനം, ഒരു ഡോക്ടറിനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ഒപ്പിട്ട് വാങ്ങിക്കും. പണ്ട് ടോമി സെബാസ്റ്റ്യൻ ആഷറുമായി പുനരുത്ഥാനത്തിനെ കുറിച്ച് ഡിബേറ്റ് നടത്തിയത് ഓർമ്മയുണ്ടോ? ആഷർ അന്ന് നേരത്തെ വാദങ്ങൾ ഗാരി ഹാബർമാസിന്റേതാണ്. ലിബർട്ടി യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻ ആയിരിക്കുന്ന ലിബർട്ടി യൂണിവേഴ്സിറ്റിയിലെ ഗാരി ഹാബർമാസ് മുൻപോട്ട് വെച്ച മിനിമൽ ഫാക്ട്സ് എന്ന മെത്തേഡാണ്. ഇതിൽ ഗാരി ഹാബർമാസ് ഗവേഷണം നടത്തുന്നത് ലിബർട്ടി യൂണിവേഴ്സിറ്റിയിലാണ്. അവിടുത്തെ ഡോക്ടറിനൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തി, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതാണ്, പരിണമിച്ചതല്ല, യേശു മനുഷ്യർക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഇത് നിങ്ങൾ വായിച്ച് ഇത് സൈൻ ചെയ്ത് HR-ന് കൊടുക്കണം. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ 40 അല്ല 400 കൊല്ലം എത്ര ഗവേഷണം നടത്തിയാലും, AI അല്ല സൂപ്പർ AI വന്നാലും ഗാരി ഹാബർമാസിന് യേശു ഉയർത്തു എന്ന നിഗമനത്തിൽ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. എത്ര പുസ്തകങ്ങൾ എഴുതിയാലും എത്ര പുതിയ റിസർച്ച് ടെക്നിക് ഇൻട്രൊഡ്യൂസ് ചെയ്താലും യൂണിവേഴ്സിറ്റി വരയ്ക്കുന്ന വരയ്ക്കപ്പുറം ഡോക്ടർ ഹാബർമാസിന് പോകാൻ സാധിക്കില്ല. മൈക്ക് ലിക്കോണ പണ്ട് സദേൺ ഇവാഞ്ചലിക്കൽ സെമിനാരിയിലെ റിസർച്ച് പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് എഴുതി, ദ റെസറക്ഷൻ ഓഫ് ജീസസ്. മത്തായിയുടെ സുവിശേഷത്തിലെ വിശുദ്ധന്മാർ കല്ലറകൾ വിട്ട് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന ഭാഗം ഒരു അപ്പോക്കലിപ്റ്റിക് ഇമേജറി, അന്ത്യനാളിനെ സാഹിത്യപരമായി വർണ്ണിച്ചതാണ് എന്ന ഒരു വരി ഉണ്ടായിരുന്നു. ഇത് SCSന്റെ വിശ്വാസ പ്രഖ്യാപനം വയലേറ്റ് ചെയ്തു എന്ന് മൈക്ക് ലിക്കോണയ്ക്കെതിരെ ആരോപണമുണ്ടായി. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ഗാരി ഹാബർമാസ് ഉൾപ്പെടെ പലരും സപ്പോർട്ട് ചെയ്തെങ്കിലും സദേൺ ഇവാഞ്ചലിക്കൽ സെമിനാരിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം നോർത്ത് അമേരിക്കൻ മിഷൻ ബോർഡിൽ ഒരു മെമ്പർ ആയിരുന്നു. അവിടെ നിന്നും രാജിവെപ്പിച്ചു. വിശ്വാസ പ്രഖ്യാപനം വയലേറ്റ് ചെയ്തു എന്ന ആരോപണത്തിൽ മൈക്ക് ലിക്കോണിക്ക് തന്റെ ഉപജീവനം നഷ്ടപ്പെട്ടു, റെപ്യൂട്ടേഷനും നഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ ഗവേഷകർക്ക് ഭാഷകൾ അറിയാം, റിസർച്ച് മെത്തഡോളജി അറിയാം, റെലവന്റ് ലിറ്ററേച്ചർ അറിയാം. എന്നിരുന്നാലും അവരുടെ ഗവേഷണ സ്ഥാപനം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറയുന്ന കൺക്ലൂഷനിലേക്ക് മാത്രമേ അവർ പ്രഭാഷണം നടത്തിയാലും ഗവേഷണം നടത്തിയാലും പുസ്തകം എഴുതിയാലും എത്തിച്ചേരാൻ കഴിയൂ. ഇത് അക്കാഡമിക് ഫ്രീഡം ആണോ? പബ്ലിക് യൂണിവേഴ്സിറ്റികൾ അക്കാഡമിക് ഫ്രീഡത്തിന്റെ സ്വർഗമാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. അവിടെയും പ്രശ്നങ്ങളുണ്ട്. പൊളിറ്റിക്സ് ഉണ്ട്, ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ട്, അക്കാഡമിക് ഗേറ്റ് കീപ്പിംഗ് ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ സ്കോളേഴ്സിന് ചില നിഗമനങ്ങളിൽ എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ കൺഫെഷണൽ യൂണിവേഴ്സിറ്റികളിലെ സ്കോളേഴ്സിന് അവരുടെ യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന നിഗമനങ്ങളുണ്ട്. അവിടേക്ക് മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത തവണ ന്യൂ ടെസ്റ്റമെന്റ് സ്കോളർ, പ്രൊഫസർ, ഹിസ്റ്റോറിയൻ എന്നൊക്കെ അപ്പോളജിസ്റ്റുകൾ പറയുമ്പോൾ അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമല്ല, സ്വതന്ത്രമായി നിഗമനത്തിലേക്ക് എത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുകൂടി ചോദിക്കണം.